ഹായ്, ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. SCERT സീരീസിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം തന്നെ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഭാഗം 1 4 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. 5ാമത്തെ ചാപ്റ്ററിന്റെ പേര് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ആ ചാപ്റ്ററാണ് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതൊരു കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. പദാർത്ഥങ്ങളൊക്കെ കൂടിച്ചേരുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, കെമിസ്ട്രിയിലെ പദങ്ങളൊക്കെ വരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതൊരു കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ഏറ്റവും ബേസ് കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പരിചയപ്പെട്ടു പോകാനുള്ളത്. ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അപ്പം എന്തൊക്കെ ഭാഗങ്ങളാണ് പരിചയപ്പെടാനുള്ളത് നോക്കിയാലോ. ആദ്യം മിശ്രിതങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. എന്താ മിശ്രിതങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെ നമുക്കെന്ത് വിളിക്കാം? മിശ്രിതങ്ങൾ എന്ന് വിളിക്കാം. ഒന്നിലധികം പദാർത്ഥങ്ങൾ ഉണ്ടാവും മിശ്രിതത്തിൽ എന്ന് മനസ്സിലാക്കി വെച്ചോളാം. കിട്ടുമല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് അധിക വായനക്കായിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ലായനികളിലെ വൈവിധ്യത്തെ കുറിച്ചൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതായത് വാതകം ഖര പദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഖരം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഉണ്ടാവാറുണ്ട് അല്ലെ. അങ്ങനെ അതിലൊരു എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. പലേഡിയം എന്ന ഖരം, ഓക്കെ, അത് ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാവുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഖരവാതക ലായനിക്ക് എക്സാമ്പിൾ ആണ് പലേഡിയവും ഹൈഡ്രജനും കൂടിച്ചേരുന്നത്. നെക്സ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം. ഓക്കെ, സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങി ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഖരവും കൂടി ചേർന്നിട്ടാണ് ഇത്തരം ലായനികൾ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് 916 സ്വർണം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. ആ 916 സ്വർണം എന്ന് പറയുമ്പോൾ 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റ് ലോഹങ്ങളും, അതായത് വെള്ളിയും ചെമ്പും ഒക്കെ അതിലെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? 916 സ്വർണം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് എന്തിന് എക്സാമ്പിൾ തന്നെയാണ്? ഖര, അതേപോലെ തന്നെ മറ്റൊരു ഖരമായിട്ട് കൂടിച്ചേർന്നുണ്ടാകുന്ന ലായനിയാണ്. ഓക്കെ, ഖരം മറ്റൊരു ഖരവുമായിട്ട് കൂടിച്ചേർന്നുണ്ടാകുന്ന ലായനിക്ക് 916 സ്വർണം എന്ന രീതിയിൽ എക്സാമ്പിളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഖര ലായനിക്ക് എക്സാമ്പിൾ കിട്ടി. അതേപോലെ തന്നെ ഖരവാതക ലായനിക്ക് എക്സാമ്പിൾ കിട്ടി. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളണേ. അപ്പൊ 916 സ്വർണം എന്ന് പറയുന്നത് 916 ഗ്രാമും സ്വർണം ഉണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും? 84 ഗ്രാം മറ്റ് ലോഹങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് 916 എന്നുള്ള പേര് കിട്ടാൻ കാരണം. അതൊക്കെയാണ് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെച്ച് പോകേണ്ടത് നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ മിശ്രിതങ്ങളെ കുറിച്ച് എന്താ മിശ്രിതം എന്നുള്ള കാര്യം പരിചയപ്പെട്ടു അല്ലെ. ഇനി അടുത്തായിട്ട് പരിചയപ്പെടാനുള്ള കാര്യം ഏകാത്മക മിശ്രിതം, അതേപോലെ തന്നെ ഭിന്നാത്മക മിശ്രിതം എന്നൊരു പോയിന്റ് മനസ്സിലാക്കി വെക്കണം. അതായത് ഹോമോജിനസും ഹെട്രോജിനസും. അതായത് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണെങ്കിൽ നമുക്ക് അതിനെ പറയാം ഏകാത്മക മിശ്രിതം എന്ന് പറയാം. ഇനി അടുത്ത മിശ്രിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണുള്ളതെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ഭിന്നാത്മക മിശ്രിതം എന്ന് പറയാം. അങ്ങനെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഏകാത്മക മിശ്രിതം, എന്താണ് ഭിന്നാത്മക മിശ്രിതം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര ലായനി എടുത്തു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള മിശ്രിതം? എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാണ് ഉണ്ടാവുക. പഞ്ചസാര ആയാലും വെള്ളമായാലും ഒരേ രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ അതൊരു ഏകാത്മക മിശ്രിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെയുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഇനി അടുത്തായിട്ട് നാം ശ്വസിക്കുന്ന വായുവിന്റെ അളവിന്റെ കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പാഠപുസ്തകത്തിൽ പ്രതിപാദിച്ച് പോയിട്ടുണ്ട്. അതിലെ ഘടകങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോവുക. ബയോളജി ഭാഗത്ത് പരിചയപ്പെടുന്ന ഭാഗമാണ്, എന്നാലും ജസ്റ്റ് ഇവിടെ ഒന്ന് പരിചയപ്പെടുന്നു. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഇങ്ങനെയുള്ള ഭാഗം വരാറുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വാതകങ്ങളുടെ 78% നൈട്രജൻ ആയിരിക്കും. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്താ? നൈട്രജൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്തുണ്ടാവാറുണ്ട്? അന്തരീക്ഷത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. 0.04% ആണ് ഉണ്ടാവാറുള്ളത് അല്ല. അതായത് 0.037 ഒക്കെയാണ് നമ്മൾ 0.4 എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നത് അതിന്. പിന്നെ ഓക്സിജൻ ആണെങ്കിൽ 21% ആണ് ഓക്സിജന്റെ അളവ്. ഓക്കെ,
മറ്റുള്ളവയാണെങ്കിൽ 0.96% ആണ്. ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും ബേസായിട്ട് അന്തരീക്ഷത്തിൽ നമ്മൾ ശ്വസിക്കുന്ന ആ വായുവിലുണ്ടാകുന്ന ആ വാതകങ്ങളുടെ അളവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നൈട്രജനും ഓക്സിജനും കൂടി എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 99% ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടേക്കുള്ള കൂടിയ ചാപ്റ്റേഴ്സിൽ നമ്മൾ കൂടുതൽ ലെവലിലുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ പരിചയപ്പെട്ടു പോകും കേട്ടോ. കാര്യം ക്ലിയർ ആയല്ലോ? ഈ ഭാഗം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കെമിസ്ട്രിയിൽ ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ തന്മാത്ര എന്നുള്ള ടേം പഠിക്കണം അല്ല. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയെ വിളിക്കുന്ന പേരാണെന്ത്? തന്മാത്ര. എന്ത് വേണം? എല്ലാ ഗുണങ്ങളും വേണം, അങ്ങനെയുള്ള ഏറ്റവും ചെറിയ കണയും. ഓക്കെ, കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ എല്ലാ പദാർത്ഥങ്ങളും എന്താൽ നിർമ്മിതമാണ്? തന്മാത്രകളാൽ നിർമ്മിതമാണ് എന്നുള്ള കാര്യമാണ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയോ? അപ്പൊ എല്ലാ ഗുണങ്ങളും വേണം, ഏറ്റവും ചെറിയ കണികയായിരിക്കും. എല്ലാ പദാർത്ഥങ്ങളിലും എന്ത് കാണപ്പെടുന്നുണ്ട്? തന്മാത്രകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ തന്മാത്രകളാൽ നിർമ്മിതമാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ? ഇനി മറ്റൊരു അധിക വായന കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, കണാദൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതായത് പുരാതന ഭാരതത്തിലെ തത്വചിന്തകനായിരുന്നു, പണ്ഡിതനായിരുന്നു ആര്? കണാദൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായിട്ട് അനുമാനിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ചോദിക്കാം. ഓക്കെ, വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളിലും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. ഓക്കെ, സൂക്ഷ്മ കണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് കൊടുത്തത്. അപ്പം കണാദൻ നൽകിയ പേരെന്താ? പരമാണു എന്നാണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കണത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്ന പേര്. കിട്ടിയോ? നെക്സ്റ്റ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. അതായത് ഖരം, ദ്രാവകം, വാതകം എന്നിവയിലുള്ള ആ തന്മാത്രകളുടെ സ്ഥാനങ്ങൾ, അതായത് തന്മാത്രകൾ അടുത്തും അകന്നും സ്ഥിതി ചെയ്യുന്നൊക്കെ സ്ഥാനങ്ങളൊക്കെ ഈ പിക്ചറിലൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഓക്കെ, അവിടെ മനസ്സിലാക്കി വെക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെയാന്ന് നോക്കുക നിങ്ങൾ. ഒരു പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖരത്തിലല്ലേ? ഖരത്തിലാണ് പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്, തന്മാത്രകൾ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായി. ഇനി ഏറ്റവും ഏതവസ്ഥയിലാണ് തന്മാത്ര ഏറ്റവും അകന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏത്? വാതകാവസ്ഥയിൽ. വാതകാവസ്ഥയിലാണ് ഏറ്റവും അകന്നിരിക്കുന്നത്. ഇനി അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപം ഉള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടാവാം എന്ന രീതി ചോദിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ അടുത്തടുത്ത് കിടന്ന എന്തുണ്ടാവും? പ്രത്യേകിച്ച് ഒരു ആകൃതി കൈവരിക്കാൻ പറ്റും. ഇനി വാതക തന്മാത്രകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആകൃതി ഉണ്ടോ? ഇല്ല. അത് അതിനനുസരിച്ച് എന്ത് ചെയ്യും? എവിടെയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ആകൃതി, അല്ല? അപ്പൊ ആ രീതിയിലൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു പോയേക്കുന്നത്. കിട്ടിയല്ലോ? ഓക്കെ, കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത കാര്യം നോക്കിയേ, ആറ്റങ്ങൾ എന്നുള്ള കൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. നമ്മൾ തന്മാത്രകൾ പരിചയപ്പെട്ടു, അടുത്തായിട്ട് ആറ്റങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് തന്മാത്രകളെക്കാൾ ഏറ്റവും ചെറിയ കണങ്ങളെ വിളിക്കുന്ന പേരാണ് ആറ്റങ്ങൾ. ഓക്കെ, തന്മാത്രകളെക്കാൾ ഏറ്റവും ചെറിയ കണങ്ങളാണ് ഏത്? ആറ്റങ്ങൾ. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, അതായത് 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് ഒരു ജല തന്മാത്ര എന്ന് മനസ്സിലാക്കി വെച്ചുള്ള. ഓക്കെ, അപ്പോൾ H2O എന്ന രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. H2O എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കി വെക്കേണ്ടത് എന്താ? അതിൻ്റെ അകത്ത് 2 ഹൈഡ്രജൻ തന്മാത്രകളും അതേപോലെ തന്നെ 1 ഓക്സിജൻ തന്മാത്രയാണുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ഇത് ഒരു പഞ്ചസാര തന്മാത്ര. പഞ്ചസാരയിൽ എന്തൊക്കെയുണ്ട്? പഞ്ചസാരയിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം C12 ആണ്. ഓക്കെ, ഹൈഡ്രജൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് H22 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ O ആണെങ്കിൽ, ഓക്സിജൻ ആണെങ്കിൽ 11 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അത് പഞ്ചസാരയിലുള്ള ആറ്റങ്ങളുടെ എണ്ണം എത്ര എന്നുള്ള കാര്യമൊക്കെ അങ്ങോട്ടേക്ക് പരിചയപ്പെടാനുണ്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്പേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പോയിക്കുള്ളൂ. ഇപ്പം ജസ്റ്റ് ബേസ് കാര്യം. ഓക്കെ, നെക്സ്റ്റ്
ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അതായത് ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നു. അതായത് മിശ്രിതം എന്ന് പറയുന്നതിൽ വ്യത്യസ്ത തന്മാത്രകളാണ് ഉണ്ടാകുക. എന്നാൽ ശുദ്ധപദാർത്ഥങ്ങളിലോ എല്ലായിടത്തിലും എന്തായിരിക്കും ഉണ്ടാവുക? ഒരേ തന്മാത്രകൾ ഉണ്ടാവുക. തന്മാത്രകൾ എന്ന് പറയുന്നതിന് എന്താ? ഒരേ സ്വഭാവമുള്ള അല്ലേ? ഒരേ സ്വഭാവമുള്ളത് എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ശുദ്ധപദാർത്ഥം എന്ന് പറയും. കിട്ടിയോ? നെക്സ്റ്റ് അടുത്തായിട്ട്, അങ്ങനെയാണെങ്കിൽ മിശ്രിത ശുദ്ധപദാർത്ഥം നമ്മുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. നമുക്കതിനെ തരം തിരിച്ച് നോക്കാം. കഞ്ഞി എടുക്കുന്നു, നമ്മൾ കഞ്ഞി പദാർത്ഥമായിട്ട് കഞ്ഞി എടുക്കുന്നു. അതിൻ്റെ അകത്ത് എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ തന്മാത്രകൾ ഉണ്ടാവും? ജലമുണ്ട്, ഉപ്പുണ്ട്, മറ്റു പദാർത്ഥങ്ങളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ല. അപ്പോൾ എന്ത് പറയാം? അതിനൊരു മിശ്രിതം എന്നാ പറയാൻ പറ്റുള്ളൂ. ഇതെന്താ? മിശ്രിത. നമ്മുടെ മിശ്രിതത്തിന് ഒരു തെറ്റോടുന്ന്, ശുദ്ധപദാർത്ഥത്തിന് ഒരു ശരിയോടുന്ന്. അങ്ങനെയാണെങ്കിൽ കഞ്ഞി എന്ന് പറയുന്നത് എന്താണോ? കഞ്ഞി എന്ന് പറയുന്നത് തെറ്റാന്ന് പറയാം, മിശ്രിത എന്ന് പറയാം അല്ലേ. നെക്സ്റ്റ് അടുത്തായിട്ട് പെൻസിൽ ഗ്രാഫൈറ്റ്. അതിനകത്ത് ഗ്രാഫൈറ്റ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും? ശരിയാണല്ലേ. പഞ്ചസാര എന്നെടുക്കുന്നു. അപ്പോൾ പഞ്ചസാര എന്ന് പറയുമ്പോൾ പഞ്ചസാര എന്നുള്ള പദാർത്ഥത്തിൽ പഞ്ചസാര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതെന്ത് പറയാം? അതൊരു ശുദ്ധപദാർത്ഥം എന്ന രീതിയിൽ പറയാം. നെക്സ്റ്റ് സോഡ വെള്ളമാണെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് മനസ്സിലാക്കി വെക്കുക? കാർബൺ ഡൈ ഓക്സൈഡും ജലം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് മിശ്രിതമായിരിക്കും. രണ്ട് സംഭവങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് സംഭാരം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 3 പദാർത്ഥങ്ങളുണ്ട് അല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്? ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക? സംഭാരം എന്ന് പറയുന്നത് ഒരു മിശ്രിതമാണ്. ഓക്കെ, അത് ഒരു പദാർത്ഥം മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ വെച്ചാൽ മതി. ഒരു പദാർത്ഥം മാത്രമാണെങ്കിൽ അവരെ പറയുന്ന പേര് ശുദ്ധപദാർത്ഥം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ശുദ്ധജലമാണെങ്കിൽ ജലം മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതെന്തായിരിക്കും? ശുദ്ധപദാർത്ഥമായിരിക്കും. നെക്സ്റ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ശുദ്ധപദാർത്ഥം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ശുദ്ധപദാർത്ഥം എന്ന രീതിയിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പറയാൻ പറ്റും. സ്വർണ്ണാഭരണമാണെങ്കിലോ അതിൻ്റെ അകത്ത് പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് പല ഘടകങ്ങളുണ്ടാവും. അപ്പോൾ അത് മിശ്രിതമാണ്. നെക്സ്റ്റ് അടുത്ത കാര്യം നോക്കിയാൽ സ്വർണ്ണം എടുത്തു കഴിഞ്ഞാലോ അത് ശുദ്ധപദാർത്ഥമാണ്. സ്വർണം മാത്രമാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ. ക്ലിയർ ആണോ? അടുത്ത കാര്യം, ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ എന്നുള്ള രീതി ചോദിക്കുന്നു. ഓക്കെ, ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ, ശുദ്ധമായ പാല്, ശുദ്ധമായ നെയ്യ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് അങ്ങനെയല്ല. പരസ്യത്തിൽ മാത്രമാണ് ആ രീതിയിൽ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ആ പരസ്യത്തിൻ്റെ അർത്ഥത്തിലല്ല ഇവിടെ കെമിസ്ട്രി പരമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ്. അപ്പം ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചോളൂ. അതിൻ്റെ അകത്ത് പല ഘടകങ്ങളും ഉണ്ടാവും. അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുന്നതും ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നതും സെയിം അല്ല എന്നാണ് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി പോകേണ്ടത്. ക്ലിയർ? അടുത്തായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയ എന്ന രീതിയിൽ SCERT ഒരു അധിക വായനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അഴിച്ചു മാറ്റുന്നത് അരിപ്പകളായിട്ട് മാറുന്നത് ആരാ? വൃക്കകളാണ്. അപ്പോൾ ശരീരത്തിൽ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് വൃക്കകളാണ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണുള്ളത്. ഓക്കെ, ചോദിച്ചാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ശരീരത്തിലെ മൊത്തം രക്തത്തിൻ്റെ അളവ് 5 ലിറ്റർ ആണ്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതല്ല നമുക്ക് ഈ ഭാഗത്തിലൂടെ പരിചയപ്പെട്ട് പോകേണ്ടത്. കാര്യം നോക്കാം എന്താണെന്നുള്ളത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞു പോയത് കേട്ടോ. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകൾ കൂടി അരിക്കലിന് വിധേയമാകുന്നുണ്ട്. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നത് കൃത്രിമ അരിക്കൽ പ്രക്രിയയായ ഡയാലിസിസ് വഴിയാണ്. ഓക്കെ, അതായത് അരിക്കൽ പ്രക്രിയയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ എന്ത് മനസ്സിലാക്കി വെച്ചോളണം? ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥം വേർതിരിക്കുന്ന കാര്യങ്ങളൊക്കെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് അധിക വായനയ്ക്ക് കൊടുത്ത ഭാഗം മാത്രമാണ്, ഒന്ന് പരിചയപ്പെട്ടു പോകുന്നത് മാത്രം. ഈ ഭാഗത്ത് മനസ്സിലാക്കി വെക്കേണ്ട 2-3 കാര്യങ്ങൾ. ശരീരത്തിൻ്റെ അരിപ്പകൾ എന്നറിയപ്പെടുന്ന വൃക്കകളാണ്. ഏകദേശം രക്തത്തിൻ്റെ അളവ് 5 ലിറ്റർ ഉണ്ടാവുക. അതേപോലെ തന്നെ ഡയാലിസിസ് വഴിയാണ് എന്ത് ചെയ്യുക? ഈ വൃക്കകൾക്ക് തകരാർ സംഭവിച്ചു കഴിഞ്ഞാൽ
നടക്കുന്ന പ്രക്രിയയാണ്, ഡയാലിസിസ് വഴിയാണ് എന്ത് ചെയ്യുക, രക്തശുചിയാക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ പറയുന്നത്. ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്, സിമ്പിൾ ചോദ്യങ്ങളൊക്കെ വരാറുള്ളൂ. എന്ത് തന്നെ ആയാലും കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം, പഠിച്ചു വെച്ചോളാം. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്